അപ്പോൾ നമ്മുടെ സ്വിഫ്റ്റ് ബേസ് മോഡലിന്റെ മോഡിഫിക്കേഷൻ പാർട്ട് 2 ആണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇന്നലെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവർക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ഈ ഒരു വീഡിയോ തൊട്ട് താഴെയായിട്ട് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാം. പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഫോഗ് ലാമ്പിന്നാണ്. ഫോഗ് ലാമ്പ് മുതൽ സെൻട്രൽ ലോക്ക്, അതേപോലെ തന്നെ പവർ വിൻഡോ, പിന്നെ കൂടെ ക്രോമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ കൂടെ സെറ്റ് ചെയ്യണത് കാണാം. അപ്പോൾ എന്തായാലും വലിയ ചേട്ടനില്ല, ഡയറക്റ്റ് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഫോഗ് അതേപോലെ തന്നെ DRL, പിന്നെ നമ്മൾ ഈ ഒരു ക്രോമില്ലേ ഇതും ചെയ്യണുണ്ടല്ലേ. ഫ്രണ്ട് വശം എന്താ നിങ്ങൾ കണ്ടോ? നമ്മളിത് മൊത്തത്തിൽ അങ്ങോട്ട് മാറ്റിയെടുക്കാൻ പോവാം. ബമ്പർ അയക്കണം. അപ്പൊ അങ്ങനെ നമ്മുടെ ബമ്പർ നമ്മൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് മുമ്പ് ഞാൻ ചെറിയൊരു കാര്യം കാണിച്ചു തരാം. നമ്മുടെ എഞ്ചിനും അതേപോലെ തന്നെ ബമ്പറിൻ്റെ ഈ ഒരു സ്പേസും തമ്മിലുള്ള ഗ്യാപ്പാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. എന്തായാലും അതേപോലെ തന്നെ ആ ഒരു സൈഡിലും നല്ല തരത്തിലുള്ള ഗ്യാപ്പും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. കൈ പൊള്ളിക്കാനായിട്ട് സിലിണ്ടർ മോട്ടിട്ട് സത്യത്തിൽ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് വണ്ടി അടിക്കുമ്പോൾ തന്നെ എഞ്ചിൻ ഊരി പോകണം ആ ഒരു സെറ്റപ്പിലൊക്കെ തന്നെയാണ്. പക്ഷെ ഇതെന്തോ എനിക്കൊരു അപകടം പോലെ തോന്നുന്നുണ്ട് കേട്ടോ. കണ്ടോ ഭയങ്കരമായിട്ട് വല്ല പാമ്പൊക്കെ മലമ്പാമ്പ് കയറി ഇടുന്നുണ്ടെങ്കിൽ പോലും നമ്മളറിയില്ല. അമ്മാതിരിയാണ് ഇതിൻ്റെ അടിഭാഗം തന്നെ തുറന്നിറങ്ങണം. നല്ല രീതിയിൽ തന്നെ എഞ്ചിൻ്റെ അടിയിലേക്ക് ഇതുമൂലം ചെളിയൊക്കെ കയറാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട്. ഇത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടല്ലേ? സിമ്പിളാ, വളരെ സിമ്പിളാണെന്നാണ് ആൾ പറയണത്. ഓക്കെ, ഇനി നമ്മുടെ ഫ്രണ്ട് വശമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണത്. ഇത് ഫുള്ള് ഫൈബറാണല്ലേ? പേടിങ് നമ്മൾ നേരത്തെ പൂച്ച വെച്ചെടുക്കുമെന്ന് പറഞ്ഞില്ല, ആ ഒരു ഏരിയയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സ്പേസ് വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഫ്രണ്ടിൽ ഈ ഒരു ഏരിയകളിലൊക്കെ ആയിട്ട്. ഫോഗ് ലാമ്പ് വയ്ക്കാനുള്ള ഒരു സ്പേസാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മുമ്പിലത്തെ ഈ ഒരു ഡമ്മി നമ്മൾ എടുത്തു മാറ്റും. ഓക്കെ, ആ ലൈറ്റ് വയ്ക്കാനുള്ള ഹോളില്ലേ, ഇത് കട്ട് ചെയ്ത് കളയാം. നമ്മൾ നേരത്തെ അഴിച്ച പോലെ തന്നെ ക്ലിപ്പ് ചെയ്ത് വെക്കുക, എന്നിട്ട് സ്ക്രൂ ചെയ്യാല്ലേ. നമ്മൾ ക്ലിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ വയറിംഗ് ആണല്ലേ ചെയ്യാൻ പോണത്? ഓക്കെ, അത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണോ? അത്ര ഉള്ളല്ലേ. ഇതിനിടയിൽ കട്ട സീനായി കഴിച്ചു. അതായത് കുറച്ച് പോലീസുകാരൊക്കെ വന്നു നമ്മൾ ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ആകെ സീനാക്കി. ഞങ്ങളിവിടെ കൂട്ടം കൂടിയിട്ട് നിന്ന് പറഞ്ഞത്, കൂട്ടം കൂടി എന്ന് വെച്ചാൽ 3 പേരുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ വീഡിയോ എടുക്കാൻ പിന്നെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു, പിന്നെ ആളുടെ അസിസ്റ്റന്റ്. അപ്പം ഞങ്ങളുടെ അടുത്തൊക്കെ പെട്ടെന്ന് അവിടെ നിന്ന് തന്നെ പോകാൻ പറഞ്ഞു. അതുകൊണ്ട് ഫോഗ് ലാമ്പ് ആ ഒരു എടുത്ത് കൊണ്ടുപോകുന്ന ക്ലിപ്പില്ല. അത് കഴിഞ്ഞിട്ട് വേറെ ഒന്നും ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, ഷൂട്ട് ചെയ്യാൻ അവർ സമ്മതിച്ചില്ല. അതിന് ശേഷം പിന്നെ നിസ്സാര കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്. അതായത് ക്രോം സെറ്റ് ചെയ്യുക, പിന്നെ ആ ഒരു ഫോഗ് ലാമ്പ് സെറ്റ് ചെയ്തത് ജസ്റ്റ് ഒന്ന് വണ്ടിയിൽ ജോയിൻ ചെയ്യിക്കുക, പിന്നെ ബാക്കിലത്തെ സ്പോയിലർ, അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് സെറ്റ് ചെയ്യണത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, പകരം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോഗ് ലാമ്പും ക്രോമും സെറ്റ് ചെയ്തതിന് ശേഷമുള്ള ആ ഒരു ഫ്രണ്ട് സൈഡ് എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ല അല്ലേ, ശരിക്കും ഒരു ഫുൾ ഓപ്ഷൻ്റെ ഒക്കെ പോലത്തെ ചെറിയൊരു ഫീലിംഗ് അല്ലേ. വേറെ കുറെ നമ്മൾ അതൊക്കെ വൃത്തിയിൽ അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഗമ്മിട്ടിട്ടല്ലോ ഒട്ടിച്ചത്. ലോക്കൽ അല്ല, സ്റ്റിക്കർ പോലെ വരുന്നതുകൊണ്ടല്ലേ. ഓക്കെ. പിന്നെ ഇതാണ് നമ്മുടെ ഫോഗ് ലാമ്പ്, അതേപോലെ തന്നെ അതിന്റെ DRL എന്ന് പറയുന്നത്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കാണിച്ചു തരും. ഇത് തന്നെ നമുക്ക് ഇൻഡിക്കേറ്റർ ആയിട്ട് ഉപയോഗിക്കാം അല്ലേ. ജസ്റ്റ് ഒന്ന് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഇതിന്റെ കളർ ചേഞ്ച് ചെയ്യുന്നതാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് കാണാം, ഒരു രക്ഷയിലാട്ടോ, നല്ല പ്രകാശമാണ്. നമ്മുടെ ഡ്യൂക്ക് 390 ആ ഒരു DRL ഒക്കെ വരില്ല, അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ആ ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ. ജസ്റ്റ് പാർക്കും കൂടെ നോക്കണം, പാർക്കല്ല ഫോഗും കൂടെ. ഇതിങ്ങനെയാണ് ശരിക്കും ഇതിൻ്റെ മൊത്തത്തിലുള്ള ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. രാത്രിയൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും എന്തായാലും. ഫ്രണ്ടിൽ ചെയ്തിട്ടുള്ള ആ ഒരു ക്രോം ഫിനിഷ് നമ്മൾ ഹാൻഡിൻ്റെ ഈ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നലെ ഞാൻ കാണിച്ചു തന്നപ്പോൾ ഇതൊക്കെ ശരിക്കും ഒരു ബ്ലാക്ക് കളറിൽ ആകെ വൃത്തികേടായിട്ടായിരുന്നു ഇരുന്ന് പറഞ്ഞത്. ഇതും അതേപോലെ തന്നെ സ്റ്റിക്കർ ഉണ്ടായി പറഞ്ഞുകൊണ്ടല്ലേ, സിമ്പിളായിട്ട് ഒട്ടിക്കാൻ പറ്റുന്ന ടൈപ്പിലായിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരു ഹാൻഡിലും ആ ഒരു ക്രോമിൻ്റെ അതിപ്രസരം, നമ്മുടെ വണ്ടിപ്രാന്തം പറയുന്ന അതിപ്രസരം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്പോയിലർ സെറ്റ് ചെയ്തു. ഇത് ശരിക്കും സ്ക്രൂ ചെയ്യല്ല ചെയ്യാം. ഇപ്പോൾ സ്പോയിലർ വല്ലാണ്ട് പുറത്തേക്കൊന്നും തങ്ങി നിൽക്കാത്ത ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ബാക്കിൽ നിന്നുള്ള ആ ഒരു ലുക്കിൽ നല്ല തരത്തിലുള്ളൊരു മാറ്റം വണ്ടിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. വേറെ ലെവലായി സംഭവം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ക്യാമറയും കാര്യങ്ങളൊക്കെ അടിയിൽ നമുക്ക് ആ ഒരു മുക്കിലായിട്ട് കാണാം. പിന്നെ ആ വീലിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ ആ ഒരു ബ്ലാക്ക് പെയിൻ്റ് അടിച്ചതിന് ശേഷം കപ്പ് കയറ്റിയതിന് ശേഷമുള്ള ആ ഒരു ലുക്കാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയും വേറെ ലെവലായിട്ടുണ്ട് കേട്ടോ.
ഒരു രക്ഷയില്ല. അപ്പോൾ ആ ഒരു അടിയിലും കൂടെ ആ ഒരു ക്രോം ഫിനിഷും കാര്യങ്ങളൊക്കെ വന്നോട് കൂടിയിട്ട് സൈഡ് ലുക്ക് വേറെ ലെവലായി. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോണത് സെൻട്രൽ ലോക്കും പവർ വിൻഡും. ഓക്കെ ഒരേപോലെ തന്നെയാണ് അതിന്റെ റൂട്ടിങ് കാര്യങ്ങളൊക്കെ അല്ലേ? ഏകദേശം എത്ര സമയം വേണം? 6 മണിക്കൂറോളം വേണമല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാ ഡോറുകളും നമ്മളങ്ങനെ പൊളിച്ചടക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വർക്കിൽ കിടക്കാം. ഇതിപ്പോൾ നമ്മൾ അയക്കണല്ലേ? ഈ ഒരു പ്ലാസ്റ്റിക് കവർ പിടിപ്പിച്ചതിന് ശേഷം എന്തെങ്കിലും ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോണത് മെക്കാനിസം, നമ്മളെ മോട്ടർ ഘടിപ്പിക്കാനുള്ള ഒരു മെക്കാനിസം. ഇതിന് നമ്മൾ കൊടുക്കാൻ പോകുന്നത് സാധാരണ ഇങ്ങനെയാണ് കൊടുക്കാറ്. ഇതിൽ കമ്പി വളച്ചിട്ടാണ് വെക്കാറ് മാനുവലായിട്ട്. ഒരു സൗണ്ട് ആയി ടക്ക് ടക്ക് സൗണ്ട് ഒക്കെ ആയിരിക്കും. ഇതാകുമ്പോൾ നമ്മളെ കമ്പനി വരുന്ന മോട്ടർ പോലെ തന്നെ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, മോട്ടർ എവിടെയായിട്ട് നമ്മൾ സെറ്റ് ചെയ്യാം? മോട്ടർ ഇവിടെ ഈ ഒരു പോർഷനായിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, റാഡ് വരുന്നത് ഈ മെക്കാനിസിന്റെ ഉള്ളിൽ നിന്ന് വരാല്ലേ? ഇതിന്റെ മെക്കാനിക്സിലൂടെ നമ്മൾ ഒരു റാഡ് വെച്ചിട്ട് ആക്ടിവേറ്റർ ഘടിപ്പിക്കാൻ പോകും. ഓക്കെ ഇനി അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ മോട്ടോർ സെറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഏകദേശം നമ്മുടെ എല്ലാ ഡോറിലും ഈ ഒരു കമ്പി ഇടുന്ന പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അടുത്തായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സാധനം ഫിറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഇതിപ്പോൾ 4 ഡോറുകളിലും നമുക്ക് കാണാം. ഇപ്പോൾ സമയം ഏകദേശം 2 മണിയായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സംഭവം ഫിറ്റ് ചെയ്യാൻ തന്നെ ഏകദേശം ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 1.5 മണിക്കൂർ നമുക്ക് വേണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു സംഭവത്തിന്റെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നത്? സൈഡ് മാത്രം 5 വയർ വരും. ഓക്കെ, ബാക്കിയൊക്കെ 2 വയറായിരിക്കും. അതായത് ഈ നമ്മുടെ ഡോറിന്റെ അവിടെ മാത്രം 5 വയർ വരുന്നുണ്ടല്ലേ? ഇതിലാണ് മാനുവൽ ഉള്ളത്. ഒരു മോട്ടറിന് മാത്രം. ഓക്കെ ഇതിങ്ങനെയാണ് ഇതിന്റെ ഫിറ്റിംഗ് വരുന്നത്. ഒരു ക്ലാമ്പ് സ്ക്രൂ ചെയ്യില്ല, ഇതിലേക്ക് കണക്ട് ചെയ്യാണ്. ഓക്കെ, ഇനി ഈ കാണുന്ന സംഭവങ്ങളാണ് നമ്മൾ ഫിറ്റ് ചെയ്യാനായിട്ട് പോണത്. ഇവ കാണുന്ന വയറിംഗ് കിറ്റ്, അതേപോലെ തന്നെ ഈ ലോക്ക് മോട്ടർ കാര്യങ്ങളൊക്കെ ഡോർമിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് അലാം, ഇതും നമ്മൾ കാണാത്തൊരു ഏരിയയിലായിട്ട് ഫിറ്റ് ചെയ്യും. ഈ കമ്പി നമ്മൾ ബെൻഡാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കണു, അതായത് ഈ ലോക്കിൻ്റെ ഉള്ളിലേക്ക് അല്ലേ? ഓക്കെ, വളയ്ക്കും. ഇപ്പം നമ്മൾ ആ ഒരു സംവിധാനം സെറ്റ് ചെയ്തതിന് ശേഷം അടുത്തായിട്ട് പവർ വിൻഡോമിലേക്ക് കിടക്കാൻ പോവാണ്. ഇതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. അതിന് ഇത് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാമെന്നാണ് പുള്ളി പറഞ്ഞത്. ഗ്ലാസിൻ്റെ സ്ക്രൂ ആണ് ഇപ്പോൾ അയച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഗ്ലാസ് താഴ്ത്തിയത്. ഓക്കെ, ഇതാണ് ഇതിന്റെ മാനുവൽ ആയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തിരിക്കുന്നതിനനുസരിച്ച് കേബിൾ വലിയും, ഇത് മൂവ് ചെയ്യൂല. ഇതാണ് നമ്മൾ ഇനി കയറ്റാൻ പോണത് എന്ന് പറയുന്നത്. ഈ ഒരു സംവിധാനത്തിലാണ് ഒരു മോട്ടർ നിങ്ങൾക്ക് കാണാം. ഇനി വിൻഡോ കൺട്രോൾ ചെയ്യണത് ഈ ഒരു മോട്ടർ ആയിരിക്കും, നമ്മൾ സ്വിച്ച് അമർത്തുന്നതിനനുസരിച്ച്. മറ്റേ സംഭവം ഇരുന്ന് അതേപോലെ തന്നെ ഇത് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകാനുള്ള അതേ സ്ക്രൂകളിൽ. എക്സ്ട്രാ നമുക്ക് വേറെ ക്ലാമ്പോ കാര്യങ്ങളൊന്നും വേണ്ട. പക്ഷെ നമുക്ക് വയറിങ് സെപ്പറേറ്റ് ആയിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മുടെ സ്പീക്കർ സെറ്റ് ചെയ്ത പോലെ ആ ഒരു സോക്കറ്റ് ഇതിന് വന്ന് എടുക്കണില്ല. അടുത്തായിട്ട് കണക്ഷൻ എടുക്കല്ലേ? ഓക്കെ, മോട്ടർ ആക്ടിവേറ്റർ പിന്നെ പവറിന്റെ മോട്ടർ ചെയ്തിട്ടുണ്ട്. ഇനി വയറിംഗ് നമുക്ക് കണക്ഷൻ കൊടുക്കാനുള്ളൂ. അപ്പൊ ഇത് എന്തിനാ കണക്ഷനാ? ഇതാണ് ഈ ഡോറിലേക്കുള്ള റൈറ്റ് സൈഡ് ഡോറിലേക്കുള്ള. അതായത് എല്ലാം കൂടെ ഒരുമിച്ചാണോ അതോ നമ്മുടെ പവർ വിൻഡോന്റെ മാത്രല്ലേ? സെപ്പറേറ്റ്. ഓക്കെ, നമ്മൾ ഇതിലും വയറിങ്ങിൽ വേറെ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല അല്ലേ? ബൂട്ട് വഴി അപ്പുറത്തേക്ക് ഇടൂലേ? ഇതിവിടെ ചെറിയൊരു ബൂട്ട് നമുക്ക് കാണാം, വയർ പോയിക്കണ ആ റൂട്ട് കണ്ടില്ലേ? അപ്പം അതുവഴി നമ്മൾ അപ്പുറത്തേക്ക് ഇടും. തടയാണ്ട് നോക്കിയെടുക്കണമല്ലോ അവിടെ. ഓക്കെ, ഇപ്പം ഇതിൻ്റെ ലെങ്ത്തും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഏകദേശം ഇതിവിടെ വരല്ലേ?
ഇത്ര ഉണ്ട് കേട്ടോ, ഇത്ര സോക്കറ്റുകളാണ് വന്നിട്ടുള്ളത്. ഇതുമ്പോൾ തന്നെ ഫ്യൂസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫുള്ള് എല്ലാം അയച്ചിട്ടേക്കാണല്ലേ, ഞങ്ങളുടെ കണക്ഷനും അയച്ചിട്ടേക്കല്ല വലിച്ചിട്ടേക്കണാണ്. ഇവിടെ ഒക്കെ നോക്കിയാൽ നമുക്ക് കാണാം നിറച്ച് വയറുകളാണ്. ഇപ്പോൾ നമ്മൾ ബാക്കിലത്തെ ആ ഒരു സെൻട്രൽ ലോക്കിൻ്റെ കണക്ഷനാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പണി കഴിഞ്ഞു. കാരണം എന്താ വെച്ചാൽ നമ്മൾ ബാക്കിൽ പവർ വിൻഡ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഏകദേശം സമയം 4:45 ആയിട്ടുണ്ട് കേട്ടോ. 3-4 മണിക്കൂറായി നമ്മളിരുന്ന് നിന്നിട്ട്. ഇത്ര അധികം വയറുകൾ വന്നല്ലേ ശരിക്കും? ഇത് തന്നെയല്ലേ ആ കാണുന്ന റെഡ് അല്ലേ ഫ്യൂസ് എന്ന് പറയണത്? ഇതാണ് ഫ്യൂസ്. ഓക്കെ. ഫുൾ കണക്ഷൻ എടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ ഡോർമതെ ഈ ഒരു സ്വിച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ ചെറുതായിട്ട് അവിടെ ഒരു ഹോള് വലുതാക്കിയിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ആ ഒരു സോക്കറ്റ് കയറാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഹോള് ചെറിയ തരത്തിൽ വലുതാക്കിയത്. അതിനുശേഷം ഈ ഒരു പ്ലേറ്റ് നമ്മൾ വയ്ക്കണമല്ലേ, അത് സ്ക്രൂ ചെയ്യാം. അപ്പോൾ അവസാനം നമ്മുടെ പവർ വിൻഡോൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞേക്കാണ്. പവർ വിൻഡ് സെൻട്രൽ ലോക്ക് കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ ഫിറ്റിങ്സ് കഴിഞ്ഞിട്ടില്ല. അതിന് മുമ്പ് പോലീസുകാർ നമ്മുടെ അടുത്ത് നിന്ന് ഇവിടുന്ന് പോകാൻ പറഞ്ഞു, കൂട്ടം കൂടി നിൽക്കാണ്ട്. ഏകദേശം ഈ ഒരു പൊസിഷനിലായിട്ടാണ് സ്വിച്ചും കാര്യങ്ങളൊക്കെ വരാം. ഇനിയിപ്പോൾ സെൻട്രൽ ലോക്ക് എവിടെ, റിമോട്ട് അവിടെ. ഇതാണ് നമ്മുടെ സെൻട്രൽ ലോക്കിൻ്റെ ആ ഒരു റിമോട്ട് എന്ന് പറയുന്നത്. ഇനി ജസ്റ്റ് ഇതാക്കിയ ലോക്കാവും, അതേപോലെ തന്നെ അൺലോക്കാവും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടും ഇപ്പോൾ പോയിട്ടുണ്ട്. എല്ലാം കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷെ അപ്പോഴേക്കും കട്ട സീനാക്കി. കുറ്റം പറയാനൊന്നും പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അവിടെ കൊറോണയുടെ കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ട് ഈ സമയം ഒരു നിശ്ചിത സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടം കൂടി നിൽക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നൈസായിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ എത്ര ചിലവ് വന്നിട്ടുണ്ടെന്ന് ചോദിക്കാൻ നമ്മുടെ ബേസിക് മോഡലായിട്ടുള്ള ആ ഒരു സ്വിഫ്റ്റിൽ മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഈ ഒരു നോബ് പോലും ഇല്ല. മാനുവലായിട്ട് നമുക്ക് ഉള്ളിലിരുന്ന് തിരിക്കാനൊന്നും പറ്റില്ല. അതൊക്കെ കൈകൊണ്ട് ഇങ്ങനെ ഞെക്കി തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം. അത്തരത്തിലുള്ള ആ ഒരു മോഡലിൽ നമ്മൾ എന്തൊക്കെയൊക്കെ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ മറ്റേ വീലുമ കപ്പിട്ടിട്ടുണ്ടാകുന്ന സെൻട്രൽ ലോക്ക്, അതേപോലെ തന്നെ നമ്മൾ 2 പവർ വിൻഡ് കയറ്റി, ഫ്രണ്ടും 2 സൈഡ് പവർ വിൻഡ് ആക്കി. പിന്നെ ബാക്കിൽ സ്പോയിലർ കയറ്റി, മ്യൂസിക് സിസ്റ്റം കയറ്റി, 4 ഡോർ സ്പീക്കർ കയറ്റി, ബാക്കിൽ റിവേഴ്സ് ക്യാമറ കയറ്റി, ഹാൻഡിലും ഫ്രണ്ടിലത്തെ ആ ഒരു ഗ്രില്ലും കാര്യങ്ങളിലൊക്കെ ആ ഒരു ക്രോം പാനലും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോട്ടലായിട്ടുള്ള ഒരു എക്സ്പെൻസ്. പിന്നെ നമ്മൾ ആംബിയൻസ് ലൈറ്റ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കയറ്റി. അതൊന്നും ഞാൻ അത്ര എന്താ പറയുക, അത് പല റേറ്റാണ്. അപ്പോൾ അതിന് നമ്മൾ ഈ ഒരു കണക്കിൽ കൂട്ടിയിട്ടില്ല. എന്നുവെച്ചാലും ഇപ്പോൾ മാക്സിമം നമുക്ക് ചിലവ് വന്നിട്ടുള്ളത് വെറും 40,000 രൂപയാണ് കേട്ടോ. 40,000 രൂപയുടെ താഴെ മാത്രമാണ് ഇത്ര വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലവ് വന്നിട്ടുള്ളത്. ഈ ഒരു മോഡലിൻ്റെയും അതേപോലെ തന്നെ ടോപ്പ് വേരിയൻറ്റിൻ്റെയും സെൻറ്ററിൽ ഒരു മോഡൽ വരുന്നുണ്ട്. ആ ഒരു മോഡലും ഇത് തമ്മിൽ ഏകദേശം 1 ലക്ഷം രൂപയുടെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ആ ഒരു മോഡൽ വാങ്ങിച്ചാലും നമുക്ക് ഈ ടച്ച് സ്ക്രീൻ അത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും പൈസ ഇറക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ബേസ് മോഡൽ വാങ്ങാം. അത്യാവശ്യം ഫാമിലി യൂസും കാര്യങ്ങളൊക്കെ ആണെന്ന് വെച്ചാൽ ഇതേപോലെ ഒരു 40,000-40,000 രൂപ ഇറക്കി പണിതാലും ഏകദേശം ഒരു 50,000 രൂപ നമ്മുടെ കയ്യിലിരിക്കും. ഇപ്പോൾ പിന്നെ എന്താ പറയുക, ഡ്യൂപ്ലിക്കേറ്റ് ആക്സറീസ് ചെയ്ത് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത്രമാത്രം ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള സംഭവങ്ങളല്ല ഇപ്പോൾ നമ്മൾ ആ ഒരു കാറിൽ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം അറിയപ്പെടുന്ന ബ്രാൻഡുകളൊക്കെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിലവിൽ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ സ്വിഫ്റ്റ് ഏറ്റവും ബേസ് മോഡലിൻ്റെ മോഡിഫിക്കേഷൻ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് കേട്ടോ. എത്ര രൂപ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ വണ്ടിയിൽ കയറ്റുന്ന സമയത്ത് ചിലവ് വരും എന്നുള്ള ഒരു കാര്യം. അപ്പോൾ നിലവിൽ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ആയിരിക്കണം. അങ്ങനെ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക്. പിന്നെ നമ്മുടെ ചാനൽ 700K സബ്സ്ക്രൈബേഴ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ജസ്റ്റ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം.